വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:8 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7:7 യെശയ്യാ പ്രവാചകൻ 26-ാം അധ്യായത്തിലും കൊടുത്തിരിക്കുന്ന ഒരു വചനമുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എവരുടെ ഹൃദയമോ ദൂരത്തായിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ ഉപദേശിക്കിയാൽ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ യോഗമധ്യേ കടന്നു വന്നിരിക്കുന്ന സർവശക്തനായ എൻ്റെയും നിങ്ങളുടെയും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും നോക്കി വേദനിക്കുവാൻ ഇടയാകരുത്. കാരണം അവൻ നമ്മുടെ ഹൃദയം അറിയുന്നു. അവൻ നമ്മളെ അറിയുന്നു, കാണുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി വേണം നാം ഇന്ന് വചനം ശ്രമിക്കുവാൻ. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല സർവശക്തനായ ദൈവം തമ്പുരാൻ ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം. നാം എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്ന പുസ്തകമാണിത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന തിരുവചന സത്യങ്ങളെ നാം മനസ്സിലാക്കേണ്ട വിധത്തിൽ സത്യമായി നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിന്റെ താക്കോൽ സർവശക്തനായ ദൈവം തമ്പുരാന്റെ കയ്യിൽ നാം ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മെ സുരക്ഷിതമായി എത്തേണ്ട സ്ഥാനത്ത് കൊണ്ട് നമ്മളെ എത്തിക്കും. മറിച്ച് നാം തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ നിയന്ത്രിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം ഒന്നുകിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകും, അല്ലെങ്കിൽ നാം വലിയ ഗർത്തത്തിൽ പോയി വീഴുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സത്യമാണ് നാം ഇന്ന് തിരിച്ചറിയേണ്ടത്. ആ സത്യം നാം യഥാർത്ഥമായി സത്യമായിട്ട് തിരിച്ചറിയണമെങ്കിൽ നമ്മിലുള്ള സകല പാപശാപങ്ങളെ നാം ഇന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനായി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വചനമാണ്. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. ഇസ്രായേലേ, നിങ്ങളുടെ നടുവിൽ ഒരു ശാപമുണ്ട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യോശുവ 7:12. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരും അവകാശം പ്രാപിപ്പാൻ ഇറങ്ങിത്തിരിച്ചവരുമായി ഇസ്രായേൽ ജനത്തോട് യഹോവ പറഞ്ഞ വാക്കാണ് ഇത്. അതായത് അപ്രതിരോധ്യമായി യെരിഹോ മതിൽ തകർത്ത് അത്ഭുത വിജയം കണ്ട ജനമായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്നാൽ വെറും നിസ്സാരമായി കരുതിയ ഹായി പട്ടണം പിടിച്ചടക്കാൻ പോയപ്പോൾ ഹായി മക്കളുടെ മുമ്പിൽ അവർ പുറംതിരിഞ്ഞ് ഓടേണ്ടി വന്നു. എന്താണ് ഇതിന് കാരണം? കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയെയും മുന്നോട്ട് പോകുവാൻ തടസ്സമായെന്ന് യെരിഹോ മതിലും കണ്ട് പതറാതെ 32 രാജാക്കന്മാരെ തോൽപ്പിച്ച് ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്ത് കൊണ്ട് എത്തിച്ച വ്യക്തിയായിരുന്നു യോശുവ. ആ യോശുവയാണ് വെറും നിസ്സാരമായി കരുതി 3000 പട്ടാളമുള്ളിടത്ത് പോയപ്പോൾ തിരിച്ചോടേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ യഹോവ അവരോടൊപ്പം ഇല്ലായിരുന്നു. യഹോവ അവരിൽ നിന്ന് അകന്നുപോയി. എന്തുകൊണ്ട് യഹോവ അവരിൽ നിന്ന് അകന്നുപോയി? അവർ യഹോവയുടെ അകൃത്യം ചെയ്തു. അവർ യഹോവയുടെ അകൃത്യം ചെയ്തു, ശാപത്തിനിരയായി. യഹോവയുടെ ഉഗ്രകോപം അവർക്ക് നേരെ ജ്വലിച്ചത് കൊണ്ടാണ് യഹോവ അവരോടൊപ്പം ഇല്ല. എന്നിട്ട് വചനം പറഞ്ഞിരിക്കുന്നത്, കർത്താവ് ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. എപ്പോഴാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതെന്നും നമ്മുടെ പ്രാർത്ഥന എപ്പോഴാണ് കേൾക്കാത്തതെന്നും വ്യക്തമായി യെശയ്യാ പ്രവാചകൻ 59:2 പറയുന്നുണ്ട്. യെശയ്യാവ് 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയെന്ന്. പ്രിയമുള്ളവരെ, നമ്മളിൽ അകൃത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ പാപമുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് മാത്രമല്ല, നമ്മൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും അവൻ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് വ്യക്തമായി യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുവാണ്. എന്താണ് ഇസ്രായേൽ മക്കൾ യഹോവയോട് ചെയ്ത ശാപം? യഹോവയോട് ചെയ്ത ശാപം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനം ശപഥാർപ്പിത വസ്തുവായി പ്രഖ്യാപിച്ച ബാബിലോണിയ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ പൊൻകട്ടിയും കണ്ട് മോഹിച്ച് ഒരു ഇസ്രായേൽ പൗരനെടുത്ത് കുഴിച്ചിടുകയുണ്ടായി. അതാണ് യഹോവയോട് ചെയ്ത അകൃത്യം എന്ന് പറയുന്നത്. അത് ചെയ്തത് സബദിയുടെ മകനായ കർമ്മിയുടെ മകനായ ആഖാനാണ് ഈ അപകരണം യഹോവയോട് നടത്തിയത്. പ്രിയമുള്ളവരെ, മനുഷ്യ സഹജമായൊരു തെറ്റാണ് ഇത് ചെയ്തതെന്ന് ഒരു വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അകൃത്യമോ പാപമോ മറ്റൊന്നുമല്ല. അതിലുപരി
ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ശാപം ഉണ്ടായപ്പോൾ, ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ ഇരിക്കത്തിൽ നിന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ശാപം ഉണ്ടായപ്പോൾ ആ ശാപത്തെ എങ്ങനെ അവർ അനുഗ്രഹകരമാക്കി തീർത്തു, അല്ലെങ്കിൽ അവർക്കൊരു പ്രതിസന്ധി, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ അവർ തരണം ചെയ്തു, അല്ലെങ്കിൽ പ്രതിസന്ധിയെ എങ്ങനെ അവർ നേരിട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായ, ഒരു ശാപം ഉണ്ടായപ്പോൾ ആ ശാപത്തിന് അപ്പുറത്തൊരു അനുഗ്രഹമുണ്ടെന്ന് വ്യക്തമായി അവർക്ക് അറിയാമായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? തിരുവചന സത്യങ്ങളെ അവർക്ക് അറിയാമായിരുന്നുണ്ട്. തിരുവചന സത്യങ്ങളെ അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നത് കൊണ്ടാണ് അവർക്ക് നേരിട്ട ശാപത്തിനപ്പുറത്ത് വ്യക്തമായ ഒരു അനുഗ്രഹം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു പ്രിയമുള്ളവരെ? അവർ സാഷ്ടാംഗം കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ വീണു. നിശ്ചയമായി അവനിൽ നിന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായി. അതായത് പ്രതിസന്ധിക്ക് പ്രതിവിധി പ്രാർത്ഥന ഒന്ന് മാത്രമാണെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ജനം ഒന്നടങ്കം സാഷ്ടാംഗം കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണ് ദൈവം തമ്പുരാനോട് ആലോചന ചോദിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് സംഭവിച്ചു? ദൈവം അവർക്ക് മറുപടി നൽകിയാണ് ഉണ്ടായത്. അവർക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ കോടതിയിലോ മറ്റെവിടെയോ പോയി ഏത് വിധത്തിലും ഇതിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. പക്ഷെ അവരങ്ങനെ ചിന്തിച്ചില്ല. എന്തുകൊണ്ട്? അവർ ചിന്തിക്കാഞ്ഞത് അവർ ദൈവവിശ്വാസികളും ദൈവജനവുമായിരുന്നു. തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന തിരുവചന സത്യങ്ങളെ സത്യമായി അവർക്ക് തിരിച്ചറിയാമായിരുന്നത് കൊണ്ട് മാത്രമാണ് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. കാരണം അവരുടെ ദൈവം സർവശക്തനാണെന്നും അവനിൽ നിന്ന് നിശ്ചയമായും അവർക്ക് കരുണ ലഭിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവൻ മഹാകരുണയും ദീർഘക്ഷമയും മനസ്സിലുള്ളവനാണെന്ന്. എബ്രായർ 4:16 പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുവാൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തക്ക സമയത്ത് ദൈവം തമ്പുരാന്റെ കരുണ ലഭിക്കുവാനും സഹായം ലഭിക്കുവാനും ധൈര്യത്തോട് കൃപാസനത്തിനടുത്ത് ചെല്ലാനാണ് വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും യെരമ്യാ പ്രവാചകൻ 33:3 പറഞ്ഞിരിക്കുന്നു, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ലും. നീ അറിഞ്ഞിട്ടില്ലാത്ത മഹത്തായ അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിച്ചു തരും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ നീ മറ്റാരെയും അല്ല വിളിച്ചു പറയേണ്ടത്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ലും. നീ അറിഞ്ഞിട്ടില്ലാത്ത മഹത്തായ അഗോചരമായ, നീ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് അയച്ചു തന്ന് നിന്റെ വിഷയങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്നാണ് വചനം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഫിലിപ്പിയർ 4:13 പറഞ്ഞിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുവെന്ന്. വീണ്ടും യെരമ്യാ പ്രവാചകൻ 32:27 പറഞ്ഞിരിക്കുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ. വീണ്ടും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു, 34 സങ്കീർത്തനം 18 വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ കേവലം വാക്കുകൾ കൊണ്ടല്ല, ആധരം കൊണ്ടല്ല, ലാഘവ മനോഭാവത്തോടെയല്ല, ഹൃദയം കൊണ്ട് തന്നെ കർത്താവിനെ ബഹുമാനിച്ചു. അതായത് ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ വീണ് നിലവിളിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രതിസന്ധിയെ മാനുഷിക ബുദ്ധിക്കോ മാനുഷിക കൽപ്പനകൾക്കോ അനുസരിച്ച് ചിന്തിക്കാൻ നിൽക്കാതെ ദൈവം തമ്പുരാൻ തൻ്റെ വചനമാകുന്ന സത്യവേദ പുസ്തകത്തിലൂടെ പറയുന്ന തിരുവചന സത്യങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ലാഭമായാലും നഷ്ടമായാലും അവർ അനുസരിക്കാനും വിശ്വസിക്കാനും തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അവരിൽ നടപ്പാക്കാനുള്ള പാത വെട്ടി നിരപ്പാക്കുകയാണ് ചെയ്തത്. അവർ എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തന്നെ സർവശക്തനായ കർത്താവ് അവിടുത്തെ പുസ്തക ചുരുളിൽ നിന്ന് എന്നെയും നിങ്ങളെയും പറ്റി സകലതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് യെരമ്യാ പ്രവാചകൻ 29:11 വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. യെരമ്യാ 29:11, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ മാത്രം നിങ്ങളെന്നെ കണ്ടെത്തും. അല്ല എങ്കിൽ നിങ്ങളെന്നെ കണ്ടെത്താൻ ഇടയാക്കുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രിയമുള്ളവരെ ഇടയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടല്ലാതെ എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തത്തില്ല. പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടെത്തുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഇടയാക്കും എന്ന് വചനോടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇടയാക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ മീനിങ്?
അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ. അതാണ് 119 സങ്കീർത്തനം 71 വചനത്തിൽ പറയുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത്ര ഗുണമായെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതായത് ദൈവത്തിനും ദൈവവചന സത്യങ്ങൾക്കും വിരുദ്ധമായി നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാം നിത്യമായി നശിക്കാതിരിക്കാൻ ദൈവം തമ്പുരാൻ അനുവദിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ എന്ന് പറയുന്നത്. ആ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഓരോ സന്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ജീവിതത്തിൽ അനേകം ഫലങ്ങൾ കായ്ക്കാനിടയാകും. അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. അതായത് ഇപ്രകാരം വരുന്ന ഈ സഹനങ്ങളെ നാം ഓരോ സന്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി നാശത്തിൻ്റെ വഴിയിൽ നിന്ന് ജീവൻ്റെ വഴിയിലേക്ക് നീങ്ങുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനുഭവിക്കാനിടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവത്തിനും ദൈവവചനം, ഈ തിരുവചന നീ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് പാലിക്കാതെ നിന്റെ ഇഷ്ടത്തിന് നീ ജീവിക്കുമ്പോൾ, ദൈവത്തിനും തിരുവചന സത്യങ്ങൾക്കും വിരുദ്ധമായി നീ ജീവിക്കുമ്പോൾ ദൈവം ഓരോ സന്ദേശങ്ങൾ, ഓരോ ചെറിയ കൊട്ട് നമുക്ക് തരുന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ. പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ മാത്രം ദൈവത്തെ കണ്ടെത്തുന്നതാണ് നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന കർത്താവ്. നമ്മുടെ തിന്മയല്ല, നന്മ മാത്രം ആഗ്രഹിക്കുന്ന കർത്താവ്. നന്മ മാത്രം ആഗ്രഹിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിൽ നാം പൂർണ്ണ ഹൃദയത്തോട് ചെന്നെങ്കിൽ മാത്രമേ അവനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അവനെ കണ്ടെത്താത്തോളം കാലം നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല എന്നാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം അവിടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിൽ ഹൃദയ പരമാർത്ഥത്തോട് ഒരുമിച്ച് ഒന്നടങ്കം താഴെ വീണപ്പോൾ ദൈവം സ്വർഗം താൻ ഇറങ്ങി വന്ന് അവർക്ക് ആലോചന നൽകി അവരുടെ വിഷയത്തിന് അത്ഭുത വിജയം നേടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. നമ്മളിൽ പാപമുണ്ടോ? നമ്മളിൽ ശാപമുണ്ടോ? നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പാപശാപങ്ങൾ കാരണം സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അഥവാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം എങ്ങനെ അതിനെ നേരിടുന്നു? ഇപ്രകാരം നാം ഒന്ന് ചിന്തിച്ചാൽ എത്രമാത്രം പാപശാപങ്ങളാണ് നാം തലയിൽ വെച്ചുകൊണ്ട് നാം ഈ ലോകത്ത് ജീവിക്കുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പ്രിയമുള്ളവരെ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, നന്മ മാത്രം ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധി ഒന്നും നമുക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണക്കാർ നാം തന്നെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായി ചെയ്തു കൂട്ടുന്ന സകല പാപശാപങ്ങളുടെയും പരിണത ഫലമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും. ഇപ്രകാരമുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മൾ നേരിടുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. അർഹതയില്ലാത്ത സ്വത്ത് വല്ലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? കാരണം നമുക്ക് അർഹതയില്ലാത്ത മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നാം ഒരു ജീവിത വിശുദ്ധിയിലാണോ ഇന്ന് ജീവിക്കുന്നത്? രഹസ്യ പാപങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെയും പിന്തുടരുന്നുണ്ടോ? ഈ തിരുവചന സത്യങ്ങൾ എത്രയോ കാലം കൊണ്ട് സത്യവേദ പുസ്തകം നിങ്ങളുടെ കയ്യിൽ കൊണ്ട് നടക്കുന്നു. ഇത് സത്യവേദ പുസ്തകം മാത്രമല്ല, ആദിയിൽ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു, ദൈവത്തെയാണ് നീ കൊണ്ട് കിടക്കുന്നത്. ഈ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങളെ, സത്യവേദ പുസ്തകത്തിലെ തിരുവചന സത്യങ്ങളെ നിനക്ക് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ തിരുവചന ദൈവം തമ്പുരാന് നിഷിദ്ധമായിരിക്കുന്ന അധികാരങ്ങളെ പറ്റി നിനക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്രകാരം നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കൾക്ക്, എൻ്റെ തലമുറകൾക്ക് ഉണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണക്കാർ നാം തന്നെയാണ്. നാം നമ്മെ തന്നെ ചോദന ചെയ്ത് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നാം ഇപ്രകാരം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് ഹൃദയ പരമാർത്ഥതയോട് ഒരനുതാപ ഹൃദയം സർവശക്തനായ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നിശ്ചയമായും അവൻ്റെ പദ്ധതി നമ്മളിൽ നടപ്പാക്കും. പ്രിയമുള്ളവരെ, പക്ഷേ നമുക്കതിന് സാധിക്കുന്നുണ്ടോ? അവിടെയും തീരുന്നില്ല നമ്മുടെ ഓട്ടം. ഈ സഭയിൽ നിന്നിട്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകുന്നത്. ഈ സഭ കൊള്ളത്തില്ല, അതുകൊണ്ട് ഈ സഭയൊന്ന് മാറി നല്ല കുലുക്കമുള്ള ഒരു സഭയിൽ പോയാൽ നിശ്ചയമായും എൻ്റെ വിഷയത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞ് നാം സഭ മാറാനായിട്ട് ശ്രമിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ സഭ വസ്ത്രമല്ല കീറേണ്ടത്,
നമ്മുടെ ഹൃദയമാണ് കയറേണ്ടത്. നിന്റെ സഭയല്ല മാറേണ്ടത്, നീ എന്ന വ്യക്തിയാണ് മാറേണ്ടത്. ദൈവത്തിൻ്റെ ഉദ്ദേശമോ നിന്റെ പൂർണ്ണ ശുദ്ധീകരണം ഒന്ന് മാത്രം. യോശുവ 3:5 പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന്. വിലാപങ്ങൾ 3:17 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മുടിഞ്ഞു പോകാത്തത് അവിടുത്തെ ദയൊന്ന് മാത്രമാണ്, അത് തീർന്നു പോയിട്ടല്ല, രാവിലെ തോറും പുതിയതാണെന്ന്. പുറപ്പാട് 20:6 പറഞ്ഞിരിക്കുന്നു, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്ക് 1000 തലമുറ ഞാൻ ദയ കാണിക്കുമെന്ന്. പുറപ്പാട്